നമസ്കാരം. പ്രവാസികളുടെ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ജർമ്മനിയിൽ വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക തട്ടിപ്പുകളും കള്ളപ്പണം വെളുപ്പിക്കലും നികുതി വെട്ടിപ്പുകളും തടയുന്നതിനായി കൂടുതൽ കർശനമായ പുതിയ സാമ്പത്തിക സുരക്ഷാ നിയമങ്ങൾക്ക് ജർമ്മൻ പാർലമെന്റ് അതായത് ബുണ്ടസ്റ്റാഗ് അംഗീകാരം നൽകി. ബാങ്കിംഗ് ഇടപാടുകൾ, ക്രിപ്റ്റോ നിക്ഷേപങ്ങൾ, നികുതി വിവരങ്ങൾ എന്നിവയിലെ സുതാര്യത ഉറപ്പാക്കാനാണ് ഈ പുതിയ നിയമങ്ങൾ വഴി സർക്കാർ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ ജർമ്മനിയിലെ പ്രവാസി മലയാളികളുടെ സാമ്പത്തിക കാര്യങ്ങളെയും നികുതി നിലയെയും ഈ പുതിയ നിയമങ്ങൾ എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം. പുതിയ നിയമത്തിലെ പ്രധാന മാറ്റങ്ങൾ ലളിതമായി പറഞ്ഞാൽ അക്കൗണ്ട് നിരീക്ഷണം ഉടനടി ഉണ്ടാകും. ഓൺലൈൻ ഫിഷിംഗ്, ബാങ്ക് തട്ടിപ്പുകൾ എന്നിവ തടയാനായി സംശയാസ്പദമായ വലിയ തുകകളുടെ ഇടപാടുകൾ നടക്കുമ്പോൾ ബാങ്കുകൾക്ക് ബാങ്ക് അക്കൗണ്ടുകൾ താൽക്കാലികമായി ബ്ലോക്ക് ചെയ്യാനും അധികൃതരെ അതായത് ഫിനാൻസ് ആമിനെ അറിയിക്കാനുമുള്ള അധികാരം നൽകി. ക്രിപ്റ്റോ കറൻസികളെയും ഓൺലൈൻ നിക്ഷേപങ്ങളിലെയും ലാഭം മറച്ചുവെച്ച് നികുതി വെട്ടിക്കുന്നത് തടയാൻ കർശനമായ റിപ്പോർട്ടിംഗ് രീതിയും നിലവിൽ വന്നു. അതുമാത്രമല്ല, ടാക്സ് ID നിർബന്ധമാക്കി. സാമ്പത്തിക ഇടപാടുകൾ നികുതി വകുപ്പുമായി അതായത് ഫിനാൻസ് ആമിനുമായി ഡിജിറ്റലായി നേരിട്ട് ബന്ധിപ്പിക്കുന്ന കൂടുതൽ സംവിധാനമാണ് ശക്തമാക്കിയത്. ഇനിയും പ്രവാസി മലയാളികളെ നികുതി എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം. നാട്ടിലേക്ക് പണം അയക്കുമ്പോൾ അതായത് ഗൾഡ് യുവർവൈസുംന ഇന്ത്യൻ എന്ന കാര്യത്തിൽ വലിയ തുകകളുടെ ഉറവിടം നാട്ടിലേക്ക് പെട്ടെന്ന് വലിയ തുകകൾ ഉദാഹരണത്തിന് വീട് പണിക്കോ അല്ലെങ്കിൽ സ്ഥലം വാങ്ങാനോ അയക്കുമ്പോൾ അല്ലെങ്കിൽ നാട്ടിൽ നിന്നും ജർമ്മനിയിലെ അക്കൗണ്ടിലേക്ക് വലിയ തുക വരുമ്പോൾ ബാങ്കുകൾ പണത്തിന്റെ ഉറവിടം ചോദിക്കും. 12,500 യൂറോയ്ക്ക് മുകളിലുള്ള വിദേശ ഇടപാടുകൾ ജർമ്മൻ ഫെഡറൽ ബാങ്കിനെ അതായത് ബുണ്ടസ് ബാങ്കിനെ അറിയിക്കണം എന്ന നിയമം ഇനി കൂടുതൽ കർശനമായി നിരീക്ഷിക്കും. അതുപോലെ തന്നെ നാട്ടിലെ ആസ്തിയും നികുതിയും ഇക്കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ നാട്ടിലെ വരുമാനം റീഫണ്ടിനെ ബാധിക്കും. ജർമ്മനിയിൽ ടാക്സ് റിട്ടേൺ അതായത് സ്റ്റോയർ എർക്ലെയറിംഗ് സമർപ്പിക്കുമ്പോൾ നാട്ടിലുള്ള വാടക വരുമാനമോ ബാങ്ക് പലിശയോ മറച്ചു വെക്കുന്നത് ഇനി എളുപ്പമാകില്ല. വിവരങ്ങൾ തെറ്റായി നൽകിയാൽ അത് സാമ്പത്തിക കുറ്റകൃത്യമായി അതായത് സ്റ്റോയർ ഹിൻഡർസിയുങ് എന്ന് പറഞ്ഞ് കണക്കാക്കും. ഇന്ത്യയും ജർമ്മനിയും തമ്മിൽ സാമ്പത്തിക വിവരങ്ങൾ പരസ്പരം കൈമാറുന്ന സംവിധാനമുള്ളതിനാൽ രണ്ട് രാജ്യങ്ങളിലെയും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ സുതാര്യമായിരിക്കണം. ജർമ്മനിയിൽ 1 വർഷത്തിൽ താഴെ ക്രിപ്റ്റോ കറൻസി കൈവശം വെച്ച് ലാഭമുണ്ടാക്കിയാൽ അതിന് വ്യക്തിഗത നികുതി അടയ്ക്കേണ്ടി വരും. പുതിയ ഡിജിറ്റൽ ട്രാക്കിംഗ് വന്നതോടെ ഇന്റർനെറ്റ് വഴിയുള്ള ഇത്തരം ലാഭങ്ങൾ റിപ്പോർട്ട് ചെയ്യാതിരുന്നാൽ അത് വലിയ പിഴയ്ക്ക് തന്നെ കാരണമാകും. അതുകൊണ്ട് തന്നെ പ്രവാസികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി പറയുന്നത്. ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നതും പോകുന്നതുമായ വലിയ തുകകളുടെ രേഖകൾ അതായത് ബിൽസ്, ലോൺ ഡോക്യുമെന്റ്സ്, സെയിൽസ് കോൺട്രാക്റ്റുകൾ കൈവശം വെക്കേണ്ടി വരും. സാമ്പത്തിക ഇടപാടുകളിൽ സ്വന്തം ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളോ ലോഗിൻ വിവരങ്ങളോ മറ്റുള്ളവർക്ക് കൈമാറാതിരിക്കുക. ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നല്ല ഒരു സ്റ്റോയർ ബറാറ്ററുടെ സഹായം തേടുന്നത് അനാവശ്യ നിയമപ്രശ്നങ്ങൾ ഒഴിവാക്കാനും സാധിക്കും. എന്തായാലും പുതിയതായി ജർമ്മനിയിൽ എത്തിയിട്ട് ശമ്പളം വാങ്ങുന്നവർ നാട്ടിലേക്ക് അയക്കുമ്പോഴും അല്ലെങ്കിൽ ഇവിടെ താമസിക്കുന്നവർ നാട്ടിൽ നിന്ന് പണം ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോഴും ഇനി സുതാര്യമായി തന്നെ ചെയ്തില്ല എങ്കിൽ പണി കിട്ടുമെന്ന് ഉറപ്പാണ്. ജർമ്മൻ സംസ്ഥാനമായ റൈൻലാൻഡ് ഫാൽസിലെ ട്രിയർ യൂണിവേഴ്സിറ്റി ക്യാമ്പസിന് സമീപം 22-കാരനായ ജർമ്മൻ വിദ്യാർത്ഥി കുത്തേറ്റ് കൊല്ലപ്പെട്ടു. സംഭവത്തിൽ ട്രിയറിൽ തന്നെ താമസക്കാരനായ 22-കാരനായ അഫ്ഗാൻ സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവം ട്രിയർ യൂണിവേഴ്സിറ്റിയിലെ മലയാളി വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരെ ആശങ്കയിൽ ആഴ്ത്തിയിരിക്കുകയാണ്. പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ യുവാവിനെ നാട്ടുകാർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. കൃത്യം നടത്തിയ ശേഷം അക്രമിയായ യുവാവ് സംഭവ സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടുവെങ്കിലും ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി രക്തം വാർന്ന നിലയിലായിരുന്ന യുവാവിനെ കൃത്യം നടത്തിയ ശേഷം അക്രമി സംഭവ സ്ഥലത്തു നിന്നും ഓടി രക്ഷപ്പെട്ടു. ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി രക്തം വാർന്ന നിലയിലായിരുന്ന യുവാവിനെ അടിയന്തര ജീവൻ രക്ഷാ പരിചരണം നൽകിയെങ്കിലും മരണത്തിന് കീഴടങ്ങി. സംഭവത്തിന്റെ പിന്നാലെ പോലീസ് നഗരത്തിൽ നടത്തിയ വ്യാപകമായ തിരച്ചിലിനൊടുവിൽ സമീപത്തുള്ള സ്ഥലത്തു നിന്നും സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട അഫ്ഗാൻ സ്വദേശിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആക്രമണത്തിന്റെ പിന്നിലെ യഥാർത്ഥ കാരണം എന്താണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. പോലീസ് പുതിയ അന്വേഷണ സംഘം രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം ജർമ്മനിയിൽ വർദ്ധിച്ചു വരുന്ന കത്തിക്കുത്ത് കേസുകളിൽ കടുത്ത അമർഷം ഇപ്പോൾ പൊതുജനങ്ങളിൽ പുകയുകയാണ്. സമയം തെറ്റിയുള്ള ഓട്ടവും പ്രവർത്തിക്കാത്ത എയർ കണ്ടീഷണറുകളും ട്രെയിൻ റദ്ദാക്കലുമൊക്കെ ജർമ്മൻ റെയിൽവേ കമ്പനിയായ ഡോയ്ച്ചെ ബാൻ യാത്രക്കാരുടെ കടുത്ത വിമർശനം നേരിടുന്ന സാഹചര്യത്തിൽ രസകരവും വിചിത്രവുമായ ഒരു സംഭവമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ട്രെയിനിൽ ടോയ്ലറ്റ് പേപ്പർ തീർന്നു പോയപ്പോൾ യാത്രക്കാരുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ ട്രെയിൻ നിർത്തി സൂപ്പർ മാർക്കറ്റിലേക്ക് ഓടി ടോയ്ലറ്റ് പേപ്പർ വാങ്ങി തിരികെ വന്ന സൂപ്പർ CIS അല്ലെങ്കിൽ ട്രെയിൻ ഷെഫ് ഇപ്പോൾ ഇന്റർനെറ്റിൽ താരമായിരിക്കുകയാണ്. സിൽറ്റിൽ നിന്നും ബെർലിനിലേക്ക് ഓടുന്ന
പോകുന്ന എക്സ്പ്രസ് ട്രെയിനിലാണ് സംഭവം. ട്രെയിൻ യാത്രക്കിടയിൽ അപ്രതീക്ഷിതമായി ഹാംബുർഗ് ബുർഗഡോഫ് സ്റ്റേഷനിലാണ് നിർത്തിയത്. ട്രെയിനിലുണ്ടായിരുന്ന ടോയ്ലറ്റ് പേപ്പറുകൾ മുഴുവൻ തീർന്നു പോയെന്നും പുറപ്പെടുന്നതിന് മുമ്പ് ഡോയ്ച്ചെ ബാൻ അധികൃതർ ആവശ്യത്തിന് ടോയ്ലറ്റ് പേപ്പറുകൾ വണ്ടിയിൽ കയറ്റിയിരുന്നില്ല എന്നും ട്രെയിൻ ഷെഫ് മൈക്കിലൂടെ പ്രഖ്യാപിക്കുകയായിരുന്നു. അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലേക്ക് ഓടി 3 പാക്കറ്റ് ടോയ്ലറ്റ് പേപ്പറുമായിട്ടാണ് ജീവനക്കാരൻ തിരിച്ചു വന്നത്. എന്തായാലും ഇതൊരു വലിയ വാർത്തയായി തീർന്നിരിക്കുകയാണ്. ജർമ്മനിയിലെ നികുതിദായകരായ പൗരന്മാരുടെയും പ്രവാസികളുടെയും പണം സുരക്ഷാ ഏജൻസികളിലൂടെ നിരീക്ഷണത്തിലുള്ള തീവ്രവാദ ആഭിമുഖ്യമുള്ള സംഘടനയ്ക്ക് നൽകിയതായി റിപ്പോർട്ട്. മുസ്ലിം ഫോർ കൗൺസിലിംഗ് അല്ലെങ്കിൽ ഹെൽപ്പ് ലൈൻ സേവനത്തിനായി ഇസ്ലാമിക് റിലീഫ് ജർമ്മനി എന്ന സംഘടനയ്ക്ക് വൻ തുക ഗ്രാന്റായി നൽകിയ വാർത്തയാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത്. മുസ്ലിം സഹോദരഭാവ പ്രസ്ഥാനവുമായി അടുത്ത ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്ന് ജർമ്മൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെയും സുരക്ഷാ വിഭാഗത്തിന്റെയും നിരീക്ഷണത്തിലുള്ള സംഘടനയാണ് ഇത്. വർഷം തോറും 1,35,000 യൂറോ നൽകി ആകെ 6,75,000 യൂറോയുടെ സാമ്പത്തിക സഹായം നൽകിയെന്നാണ് റിപ്പോർട്ടുകൾ. കുറച്ചു വർഷങ്ങളായി തുടരുന്ന ഈ ഗ്രാന്റ് തുക കണക്കാക്കുമ്പോൾ 2026 വരെയുള്ള കാലയളവിൽ 7 ലക്ഷം യൂറോയോളം നൽകിയതായിട്ടാണ് ഭരണകൂടം വ്യക്തമാക്കുന്നത്. മാനസിക വിഷമം അനുഭവിക്കുന്ന പൗരന്മാർക്ക് ഫോൺ വഴി കൗൺസിലിംഗ് നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഹെൽപ്പ് ലൈൻ പ്രവർത്തിക്കുന്നത്. എന്നാൽ തീവ്രവാദ ആശയങ്ങൾ വെച്ചു പുലർത്തുന്ന പ്രസ്ഥാനങ്ങളുമായി ബന്ധമുള്ള സംഘടനയാണ് ഇതെന്നും തീവ്രവാദ സംഘടനയാണ് ജർമ്മൻ സർക്കാർ കാശ് കൊടുത്ത് സംരക്ഷിക്കണമെന്നുള്ള ശക്തമായ ആരോപണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജർമ്മനിയുടെ ആഭ്യന്തര സുരക്ഷ ഇത് ബാധിക്കുമെന്നും ആരോപണം ഉയർത്തിയവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇതിനെപ്പറ്റി പറയുമ്പോൾ ജർമ്മനിയിൽ സർക്കാർ നൽകുന്ന സഹായധനങ്ങളും ഗ്രാന്റുകളും ഏതെല്ലാം സംഘടനകളിലേക്കാണ് എത്തുന്നതിനെ കുറിച്ചുള്ള പരിശോധന കർശനമാക്കണമെന്ന ആവശ്യം ഇപ്പോൾ ശക്തമായിട്ടുണ്ട്. ജർമ്മൻ സംസ്ഥാനമായ റൈൻലാൻഡ് ഫാൽസിലെ ഡെറ്റ്സമിൽ മോസൽ നദിയുടെ യാത്ര ചെയ്തിരുന്ന റിവർ ക്രൂയിസ് കപ്പൽ ഇന്ധന ചോർച്ചയെ തുടർന്ന് വാട്ടർ പോലീസും ജലഗതാഗത വകുപ്പും തടഞ്ഞു. നദിയിൽ വൻതോതിൽ ഡീസൽ കലർന്ന വെള്ളം മലിനമായതിനെ തുടർന്നാണ് നടപടി. കപ്പലിലുണ്ടായിരുന്ന 144 യാത്രക്കാർ നിലവിൽ കപ്പലിൽ തന്നെ കഴിയുകയാണ്. വ്യാഴാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം. ജർമ്മനിയിൽ ജീവിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും സാമ്പത്തിക പശ്ചാത്തലവും ക്രെഡിറ്റ് സ്കോറും തീരുമാനിക്കുന്നതിൽ ഏറ്റവും നിർണായക പങ്ക് വഹിക്കുന്ന സ്ഥാപനമാണ് ഷൂഫ. ഷൂഫയെ പറ്റി കേൾക്കാത്തവർ ജർമ്മനിയിൽ ഉണ്ടാവില്ല. ഇതിന്റെ പ്രവർത്തനങ്ങളിൽ സുതാര്യത ഉറപ്പാക്കുമെന്ന് എപ്പോഴും അവകാശപ്പെടാറുണ്ടെങ്കിലും ഒരു ക്രെഡിറ്റ് ഇൻഫർമേഷൻ ഏജൻസി ആയ ഷൂഫ ഇപ്പോൾ വലിയ വിവാദത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. പൊതുജനങ്ങൾക്ക് അറിയാവുന്ന പ്രധാന ഡാറ്റാബേസിന് പുറമെ ആളുകളുടെ പഴയ സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങൾ സൂക്ഷിക്കുന്ന മറ്റൊരു രഹസ്യ ഡാറ്റാബേസ് കൂടി ഷൂഫയുടെ പക്കലുണ്ടെന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ജർമ്മൻ മാധ്യമങ്ങളായ NDR, സ്യൂഡോയ്ച്ചെ സൈറ്റും എന്നിവർ നടത്തിയ അന്വേഷണത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. യൂറോപ്പിലെ പ്രത്യേകിച്ച് ജർമ്മനിയിലെ മലയാളി പ്രവാസികളെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണിത്. സാധാരണയായി 3 വർഷ കാലാവധി കഴിയുമ്പോൾ വ്യക്തികളുടെ പഴയ കടബാധ്യതകളുടെയും ഇടപാടുകളുടെയും വിവരങ്ങൾ മായ്ച്ചു കളയണമെന്ന നിബന്ധന ഇപ്പോൾ തകർക്കപ്പെട്ടിരിക്കുകയാണ്. ജർമ്മനിയിലെ ഏകദേശം മുഴുവൻ ഉപഭോക്താക്കളെയും ബാധിക്കുന്ന വിധത്തിൽ ഈ പഴയ വിവരങ്ങൾ അത്ര പെട്ടെന്ന് നശിപ്പിക്കാനാവില്ലെന്നാണ് ഷൂഫ ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നത്. പഴയ ഡാറ്റകൾ കുറഞ്ഞത് 4 വർഷം വരെ സൂക്ഷിക്കുന്നുണ്ടെന്നും അവർ പറയുന്നുണ്ട്. ഇത് പ്രവാസികളെയും എങ്ങനെ ബാധിക്കുമെന്ന് ചോദിച്ചാൽ ജർമ്മനിയിൽ ഒരു വീട് വാടകയ്ക്ക് എടുക്കാനോ പുതിയ ഫോൺ കണക്ഷൻ എടുക്കാനോ ബാങ്ക് വായ്പയ്ക്കോ കാർ ലീസിങ്ങിനോ അപേക്ഷിക്കുമ്പോഴെല്ലാം ഷൂഫ സ്കോർ വളരെ നിർണായകമാണ്. മുൻപ് എന്തെങ്കിലും ബില്ലുകൾ വൈകി അടച്ചതോ പഴയ സാമ്പത്തിക ഇടപാടുകളോ ഇതിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അത് വർഷങ്ങൾക്ക് ശേഷവും നിങ്ങളുടെ സാമ്പത്തിക വിശ്വസ്തതയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ പ്രവാസികളായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും അത്യാവശ്യമാണ്. ജർമ്മനിയിൽ ഉടനീളം വലിയ നിയമ രാഷ്ട്രീയ തർക്കങ്ങൾക്ക് ഇപ്പോൾ വഴി തുറന്നിരിക്കുകയാണ്. പ്രവാസി മലയാളികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഞങ്ങൾ പറയുന്ന ഒരു കാര്യം, ജർമ്മനിയിൽ താമസിക്കുന്ന എല്ലാവർക്കും വർഷത്തിൽ ഒരിക്കൽ ഷൂഫയിൽ നിന്നും സൗജന്യമായി തങ്ങളുടെ സാമ്പത്തിക ഡാറ്റാ കോപ്പി ആവശ്യപ്പെടാൻ നിയമപരമായ അവകാശമുണ്ട്. ഇത് പലർക്കും അറിഞ്ഞുകൂടാത്തതാണ്. ഇവിടെ താമസിക്കുന്ന ഓരോരുത്തരുടെയും കാര്യങ്ങളിൽ സാമ്പത്തിക ഇടപാടുകൾ വരുമ്പോൾ ഷൂഫയുടെ സ്കോറിംഗ് എത്രയാണെന്ന് കാണിച്ചാൽ മാത്രമേ അതിന്റെ ബാക്കി കാര്യങ്ങൾ ലഭിച്ചു കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഷൂഫ റിപ്പോർട്ടിൽ തെറ്റായ വിവരങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ ഡാറ്റകളോ കിടക്കുന്നുണ്ടെങ്കിൽ അത് തിരുത്താനോ മായ്ച്ചു കളയാനോ അപേക്ഷ നൽകാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ദീർഘകാലമായി ഫ്രാൻസിൽ വലിയ രാഷ്ട്രീയ സാമൂഹ്യ ചർച്ചകൾക്ക് വഴിവെച്ച ഇച്ഛാമരണം അല്ലെങ്കിൽ സഹായത്തോടെയുള്ള മരണം നൽകുന്നതിനുള്ള ബില്ലിന് ഫ്രഞ്ച് പാർലമെന്റ് അനുമതി നൽകി. ഭേദമാകാനാകാത്ത രോഗങ്ങൾ അല്ലെങ്കിൽ മാരക രോഗങ്ങൾ കാരണം കടുത്ത ശാരീരിക വേദന അനുഭവിക്കുന്ന പ്രായപൂർത്തിയായ രോഗികൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ജീവൻ എടുക്കാനോ ഡോക്ടർമാരുടെ സഹായത്തോടെ മാരകമായ മരുന്ന് സ്വീകരിക്കാനോ അനുമതി നൽകുന്നതാണ് ഈ വിപ്ലവകരമായ പുതിയ നിയമം. ഈ നിയമം എല്ലാവർക്കും ഒരേപോലെ ബാധകമല്ല. ഇതിനായി കർശന
കർശനമായ ചില മാനദണ്ഡങ്ങളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഫ്രഞ്ച് പൗരന്മാർക്കോ രാജ്യത്ത് നിയമപരമായി താമസിക്കുന്ന പ്രവാസികൾക്കോ ഇതിനായി അപേക്ഷിക്കാം. രോഗം ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാത്തതും രോഗിയുടെ ജീവൻ ഉടനടി ഭീഷണിയുള്ളതുമായ ശാരീരിക വേദന ഉണ്ടാക്കുന്നതുമായിരിക്കണം. മാനസികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് അല്ലെങ്കിൽ അൽഷിമേഴ്സ് പോലുള്ള നാഡീസംബന്ധമായ രോഗങ്ങളുള്ളവർക്ക് ഈ നിയമത്തിന്റെ ആനുകൂല്യം ലഭിക്കില്ല. രോഗി സ്വന്തം ഇഷ്ടപ്രകാരം എടുക്കുന്ന തീരുമാനമായിരിക്കണം ഇത്. ഡോക്ടറുടെ പരിശോധനയ്ക്ക് ശേഷം വിദഗ്ധ സമിതി അപേക്ഷ വിലയിരുത്തിയ ശേഷം മാത്രമേ അനുമതി നൽകുകയുള്ളൂ. കഴിഞ്ഞ ദിവസം ജർമ്മനിയിലെ കൊളോണിൽ അന്തരിച്ച സാറാമ ചെറുവാഴക്കുന്നിലിന്റെ സംസ്കാരം നടത്തി. 72 വയസ്സായിരുന്നു. ജൂലൈ 16 വ്യാഴാഴ്ച രാവിലെ 8:30 സംസ്കാര ശുശ്രൂഷകൾ കൊളോൺ ഹ്യോൻഹൌസ് തിരുക്കുടുംബ കത്തോലിക്ക ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയോടുകൂടി ആരംഭിച്ചു. തുടർന്ന് കൊളോൺ ഹോൾവൈഡെ സെമിത്തേരിയിൽ സംസ്കരിച്ചു. CMI സഭാംഗം ഫാദർ ടിജോ താനിയത്ത് വിശുദ്ധ കുർബാനയ്ക്കും ശുശ്രൂഷകൾക്കും കാർമ്മികത്വം വഹിച്ചു. കോട്ടയം മക്കപ്പുഴ ചെറുവാഴക്കുന്നൽ കുടുംബാംഗമായ ഷാജിയുടെ ഭാര്യയാണ് സാറാമ. റാന്നി കാഞ്ഞിക്കാവിൽ കുടുംബാംഗമാണ് മക്കൾ ഡോണ, ഡെക്സി, ഡാർലി. ലോക ഫുട്ബോളിനെ ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിച്ച അവിസ്മരണീയമായ സെമി ഫൈനൽ പോരാട്ടത്തിൽ ഇംഗ്ലണ്ടിനെ തകർത്തെറിഞ്ഞ് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഫിഫ ലോകകപ്പിന്റെ ഫൈനലിൽ പ്രവേശിച്ചു. തോമസ് ടൂഹലിന്റെ മന്ത്രങ്ങൾക്ക് കീഴിൽ 85-ാം മിനിറ്റ് വരെ ഒരു ഗോളിന് മുന്നിട്ട് നിന്ന ഇംഗ്ലണ്ടിനെ മത്സരത്തിന്റെ അവസാന 7 മിനിറ്റുകൾക്കുള്ളിൽ സൂപ്പർ താരം ലയണൽ മെസ്സിയുടെ മാസ്മരിക അസിസ്റ്റുകളിൽ 2 ഗോളുകൾ തിരിച്ചടിച്ചാണ് അർജന്റീന വീഴ്ത്തിയത്. ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കടുത്ത വൈരത്തിന്റെ മറ്റൊരു അധ്യായമായി മാറിയ മത്സരമായിരുന്നു ഇത്. ഇംഗ്ലണ്ട് ഒടുവിൽ പൊരുതി വീഴുകയായിരുന്നു. അവസാന മിനിറ്റുകളിൽ മെസ്സിയുടെ അഴിഞ്ഞാട്ടത്തിൽ ഇംഗ്ലണ്ട് ചിതറിപ്പോയി. 1966 ശേഷം ആദ്യമായി ലോകകപ്പ് ഫൈനൽ സ്വപ്നം കണ്ടിറങ്ങിയ ഇംഗ്ലണ്ട് ടീമിന് 57-ാം മിനിറ്റിൽ ആന്റണി ഗോർഡൺ നേടിയ ഗോളിലൂടെയാണ് ഇംഗ്ലണ്ട് പ്രതീക്ഷ വെച്ചു പുലർത്തിയത്. എന്നാൽ തോൽവിയുടെ വക്കിൽ നിന്നും തിരിച്ചടിക്കാൻ അർജന്റീന കാണിച്ച വീര്യം ഇംഗ്ലണ്ടിനെ ഞെട്ടിക്കുകയും ചെയ്തു. 85-ാം മിനിറ്റിൽ ലയണൽ മെസ്സി നൽകിയ പിൻപോയിന്റ് പാസിൽ നിന്നും എൻസോ ഫെർണാണ്ടസ് അർജന്റീനയുടെ സമനില ഗോൾ നേടുകയായിരുന്നു. 92-ാം മിനിറ്റിൽ ബോക്സിലേക്ക് മെസ്സി നീട്ടി നൽകിയ അതിമനോഹരമായ ക്രോസിൽ തലവെച്ച് ലൗട്ടാറോ മാർട്ടിനസ് പന്ത് വലയിലാക്കിയതോടെ അർജന്റീന ക്യാമ്പിലും ഗാലറിയിലും ആകാശത്തോളം മുഴങ്ങി ആവേശം. കഴിഞ്ഞ വർഷത്തെ യൂറോപ്യൻ ചാമ്പ്യന്മാരായ സ്പെയിനും ലോക ചാമ്പ്യന്മാരായ അതായത് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയും തമ്മിൽ ഞായറാഴ്ച ഏറ്റുമുട്ടുമ്പോൾ ഫുട്ബോൾ ലോകം നിശ്ചലമാകും. ന്യൂയോർക്കിലെ മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന കലാശ പോരാട്ടത്തിൽ യൂറോപ്യൻ കരുത്താണ് അർജന്റീനയുടെ എതിരാളികൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് നമസ്കാരം.